ഈ അടുത്ത കാലത്ത് എവിടെയോ ഞാൻ വായിച്ച്, ഒരു പാവം മനുഷ്യൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാനയുടെ ഇടയ്ക്ക് അയാളുടെ മൊബൈലടിച്ച് വികാരിയച്ഛന് ഭ്രാന്തായി. വികാരിയച്ഛൻ ബലിയുടെ ഇടയ്ക്ക് പറഞ്ഞു, ഏത് ബോധമില്ലാത്തവനാ മൊബൈലും കൊണ്ട് പള്ളി കയറിയേക്കണേ, അത് സൈലന്റിലാക്കാൻ പാടില്ലേ? മൊബൈലുണ്ടെന്നും പറഞ്ഞ് അഹങ്കരിക്കാമോ? ഈ പാവത്തിനാകെ വിഷമായി എന്നാ പറയണേ. ഇയാൾ തിരക്കേടില്ലാത്തൊരു അഭിമാനിയായൊരു മനുഷ്യനായിരുന്നു. അയാൾ വളരെ വേദനയോടെ, പള്ളിയിലുള്ളവരൊക്കെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് ആകെ സങ്കോചമായി. അയാൾ പതുക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. ടെൻഷൻ മൂർച്ഛിച്ചതുകൊണ്ട് നേരെ ബാറിലേക്കാണ് പോയേ. അയാൾക്ക് അസ്വസ്ഥതയാണല്ല. അയാൾ ബാറിൽ ചെന്നൊരു ബീർ ഓർഡർ ചെയ്ത് ബീറൊക്കെ ഓർഡർ ചെയ്ത് ഇയാൾ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. കുപ്പി പൊട്ടിച്ച് കൊണ്ടുവച്ച് കൊടുത്ത് ഒരു പെങ്കൊച്ച്, ബാറിലെ ആ കൊച്ച് സപ്ലയർ പൊട്ടിച്ച് വെച്ച്, ഈ വെപ്രാളത്തിൻ്റെ ഇടയിൽ ഈ പാവത്തിൻ്റെ കൈ കൊണ്ട് ഈ ബീറും കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയി. പാവം. ഉടനെ ഈ പെങ്കൊച്ച് ഓടി വന്ന് അയാളോട് പറഞ്ഞു, ഡോണ്ട് വറി സർ. അയാൾ പറഞ്ഞു, സോറി മാം, അറിയാണ്ട് പറ്റിപ്പോയതാ, ഐ ഷാൽ പേ. നോ. ആ പെങ്കൊച്ച് പോയി ഒരു ബീറൂപ്പി ഫ്രഷ് എടുത്തുകൊണ്ട് വെച്ച് കൊടുത്ത്. അവള് പറഞ്ഞ്, തെറ്റൊക്കെ ആർക്കും പറ്റും സാറേ, ധൈര്യമായിട്ട് കുടിക്കി, പൈസയൊന്നും തരണ്ട, ഫ്രീ ആണ്. കഥ പറയണത് ഇങ്ങനെയാ. പിന്നെ ജന്മത്തെ അയാൾ പള്ളിയിൽ പോയില്ല, പക്ഷെ എല്ലാ ദിവസവും ബാറിൽ പോവും. എല്ലാ ദിവസവും അയാൾ ബാറിൽ പോവും. ജന്മത്തെ അയാൾ പിന്നെ പള്ളിയിൽ പോയില്ല. കാരണം പള്ളിയിൽ ചെന്നപ്പോൾ അയാളുടെ ഒരു ചെറിയ തെറ്റ്, അത് അസഹിഷ്ണുതയോടെ പള്ളിയിലുള്ളവർ പെരുമാറി. പക്ഷെ ബാറിൽ ചെന്നപ്പോൾ അയാളുടെ ചെറിയ തെറ്റ് എല്ലാവരും അയാളെ ആശ്വസിപ്പിച്ച്. നമ്മുടെ കുടുംബത്തിന് ഈ അപകടമുണ്ട്. ജാഗ്രതയോടെ വർത്തിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള പെരുമാറ്റത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പറ്റാതെ, പുകഞ്ഞ കൊള്ളി പുറത്തല്ല, പുകഞ്ഞ കൊള്ളി അകത്ത്. നമ്മളല്ലാതെ മറ്റാര് നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണ കാട്ടും? നമ്മളല്ലാതെ മറ്റാര് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നമ്മളല്ലാതെ മറ്റാര് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തെറ്റുകുറ്റങ്ങൾ അവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കും? പക്ഷേ എന്നൊരു സിനിമയുണ്ട്, പണ്ടെങ്ങോ കണ്ടതാണ്. നെടുമിട് വേണുവാണ് പ്രധാന കഥാപാത്രം എന്നാണ് എൻ്റെ ഓർമ്മ. ലേഡി ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഓർമ്മയില്ല. പക്ഷെ ഡയലോഗ് എൻ്റെ മനസ്സിലുണ്ട്. എന്തോ കുടുംബപരമായൊരു പ്രശ്നം വന്നപ്പോൾ, വിട്ടുവീഴ്ച ചെയ്യേണ്ട അവസരം വന്നപ്പോൾ, ഈ നെടുമുടി വേണുവിനോട് ആ പെണ്ണ് പറയണൊരു ഡയലോഗാ, ചേട്ടാ, ചില ത്യാഗങ്ങൾ നമുക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചില ത്യാഗങ്ങൾ നമുക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ മനോഭാവമാണത്. എൻ്റെ ദൈവം തന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കുന്നത് പോലെ എൻ്റെ ദൈവം എനിക്ക് തന്നവരോട് ഞാൻ കരുണ കാട്ടണം.